SMYM പ്രസിഡന്റ് അൻവിൻ സോണിയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത്. അൻവിൻ, ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ അല്ലേ? ഗുഡ് ഈവനിങ്. കേൾക്കാം. ഓക്കെ, വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഈ സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? നമുക്കറിയാം, ധാരാളം പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കള് വളർന്നു വന്ന ഒരു സമുദായമാണ് നമ്മുടെ ക്രൈസ്തവ സമുദായം. എന്നാൽ പുതുതലമുറ നേതാക്കന്മാര് അധികം പേര് കൃത്യമായ ആ ഒരു നിലയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ പ്രധാനമായും ഈ ഒരു രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. കാരണം സഭ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് സഭയുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ആളുകൾ കൃത്യമായിട്ട് ആ ഒരു രീതിയിലേക്ക് രാഷ്ട്രീയ തലത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഇങ്ങനെയൊരു നിലപാടോടെ പാലാരൂപത യുവജന പ്രസ്ഥാനം, SMYM പാലാരൂപത ഇങ്ങനെ രാഷ്ട്രീയകാര്യ സമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഏകോപിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു വർഷം നമ്മളൊരു യൂത്ത് സർവേ നമ്മൾ നടത്തിയിരുന്നു. ഏകദേശം 22,000-ഓളം യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യൂത്ത് സർവേ ആയിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. അതിൽ ഏകദേശം ഭൂരിഭാഗം പേരും അരാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് അതിൽ ആശയങ്ങൾ പങ്കുവെച്ചത്. ആ ഒരു സർവേ തന്നെയാണ് നമ്മളെ ഇങ്ങനെ ഒരു തലത്തിലേക്ക് മുന്നോട്ട് നയിച്ചത്. കാരണം ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം, ജനാധിപത്യ മൂല്യങ്ങൾ നമ്മുടെ സമുദായത്തിലെ യുവജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു ജനാധിപത്യ മൂല്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ആ ജനാധിപത്യ മൂല്യത്തിൽ മുമ്പോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ മുമ്പോട്ട് പോകുന്നതിനായിട്ട് താല്പര്യമുള്ളവരെ ആ ഒരു രീതിയിലേക്ക് സംഘടനാ തലത്തിൽ അവരെ സഹായിക്കുക, അങ്ങനെ ആ ഒരു സമുദായത്തിന്റെ നല്ലൊരു നേതാക്കന്മാരായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് എന്തുകൊണ്ടാണ് ക്രൈസ്തവ യുവത അരാഷ്ട്രീയരായി മാറിയെന്നും താങ്കൾക്ക് തോന്നാൻ കാരണം എന്താണ്? നിങ്ങളുടെ സർവേയിൽ കണ്ടെത്തിയത്? ഒരു പരിധി വരെ നമുക്കറിയാം, നമ്മുടെ സമുദായത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് ഈ അടുത്ത കാലത്തായിട്ട് മുന്നണികളായിക്കോട്ടെ പാർട്ടികളായിക്കോട്ടെ സ്വീകരിക്കുന്നത്. കാരണം അവിടെ വോട്ട് ബാങ്ക് ആണ് വലുത്. നമ്മൾ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവിടെ ഒരു വോയിസ് ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം. ആ ഒരു വോയിസ് നമുക്ക് ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ജോലികളിലായിക്കോട്ടെ എല്ലാവരും പിന്തള്ളപ്പെടുന്നു അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്നു എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടായതുകൊണ്ടും കൂടിയാണ് അവർ സ്വതവേ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിന്ന് മാറി ചിന്തിക്കുക. പിന്നീട് നമുക്കറിയാം, നമ്മുടെ സമുദായത്തില് പുറത്തോട്ട് അല്ലെങ്കിൽ ആ ഒരു മൈഗ്രേഷനും കൂടുതലാണ്. അങ്ങനെ പല പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ആ ഒരു രാഷ്ട്രീയ ബോധം ഉള്ളില് അവരുടേത് വന്നിരിക്കുന്നത്. അത് മാറ്റിയെടുക്കുക എന്നതാണ് ഈ ഒരു രാഷ്ട്രീയകാര്യ സമിതി കൊണ്ട് ലക്ഷ്യം വെക്കുക. അത് എന്താണ് രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു മോശം കാര്യമല്ല, അതിലേക്ക് ഇറങ്ങണം, നമ്മുടെ സമൂഹ നിർമ്മിതിയിൽ നമ്മളും കൂടെ പങ്കുചേരണം, അതായത് മുന്നോട്ടുള്ള നമ്മുടെ പ്രധാന നേതാക്കന്മാരുടെ പാതകൾ നമ്മളും പിന്തുടരണം തുടങ്ങിയ ആശയങ്ങളാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പദ്ധതി? ഞങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതി, നമ്മൾ ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലറുകൾ നമ്മൾ വിട്ടുകഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇടവകകളെ കേന്ദ്രീകരിച്ച് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താല്പര്യമുള്ളവരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവരുടെ ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കുകയാണ്. ആ ലിസ്റ്റുകൾ ഏകദേശം ഒന്ന് സോർട്ട് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ മുന്നോട്ട് അവർക്ക് എന്ത് സഹായമാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക, അപ്പൊ നമ്മുടെ സംഘടനയിൽ നിന്നുകൊണ്ട് സമുദായത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവരെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ടാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതിന് നമുക്ക് പൂർണ്ണമായി, അതായത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നമ്മുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുത്തവർ നമ്മുടെ മുൻകാല രൂപതാ ഭാരവാഹികൾ അല്ലെങ്കിൽ SMYM പ്രവർത്തകർ തന്നെയാണ്. അവരുടെയും കൂടെ ആശയം മുൻനിർത്തിയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ആ രീതിയിലേക്ക് വ്യക്തമായിട്ട് നമ്മുടെ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുക, നമ്മുടേതായ ശബ്ദം കേൾപ്പിക്കുക, നമ്മുടെ യുവജനത്തിന് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് അവരെ മുൻനിരയിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക. അപ്പൊ നിസ്സാരം പറയുകയാണെങ്കിൽ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫയലിൽ ഉറങ്ങുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ കൃത്യമായ നേതാക്കന്മാർ മുകളിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇതിനൊക്കെ കൃത്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് നമുക്ക് സാധിച്ചേനെ. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു രീതിയിലേക്ക്, ചലനാത്മകമായ രീതിയിലേക്ക് സഭ നേരിടുന്ന അല്ലെങ്കിൽ സമുദായം നേരിടുന്ന അവഗണനകളെ നമുക്ക് കുറച്ചധികമെങ്കിലും വരും കാലത്തേക്ക് മാറ്റി നിർത്താനായിട്ട്, സഭയുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെയുള്ള യുവജന നേതാക്കന്മാരെ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അതാണ് നമ്മൾ മുമ്പോട്ടേക്ക് ലക്ഷ്യം വെക്കുക. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വലിയ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മളുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായേ തീരൂ എന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും വളരെയേറെ നന്ദി.